ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു പ്ലാന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മോൺസ്റ്റെറ അഡൻസോണി എന്ന് പറയുന്ന മോൺസ്റ്റെറ പ്ലാന്റ് ഇത് ഒരു മണി പ്ലാന്റിൻ്റെ രൂപത്തിൽ വളരുന്നൊരു ചെടിയാണ്. പക്ഷേ ഒരു ഡിഫറൻറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ ലീഫിനൊക്കെ ഓരോ തുളകളുണ്ട്. വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇൻഡോറായിട്ട് വളരും. അധികം കെയറിങ് ഒന്നും വേണ്ട, സൂര്യപ്രകാശം ആവശ്യമില്ല. പിന്നെ ഇത് ലൈറ്റ് ഇല്ലെങ്കിലും വളരും. ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിനൊന്നൊരു കോട്ടവും സംഭവിക്കില്ല. അപ്പോൾ അത്തരം ഒരു ചെടിയായിട്ടുള്ള വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഈ ഒരു ചെടിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു PVC പൈപ്പാണ്. ഇതൊന്ന് വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു പഴയ PVC പൈപ്പാണ്, ഇത്ര വെള്ളം വേണമെന്നൊന്നുമില്ല. ഇതിൽ നമ്മൾ ചൂടിക്കയർ ഉപയോഗിച്ചിട്ട്, ചകിരിയുടെ കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചുറ്റിയിട്ട് ഒന്ന് ഇതിന് പടരാൻ പാകത്തിലുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ ഗ്രിപ്പ് മാത്രമല്ല, അത് ഇതിൻ്റെ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് പല മാറ്റങ്ങളും വരുത്താം. ഭംഗി കൂടുന്നത് എങ്ങനെയാണ് എന്നുള്ള രൂപത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അതിനൊന്നും ഒരു നിർബന്ധവുമില്ല, അത് നമ്മുടെ ഒരു വിഷയവുമല്ല. നമുക്ക് ചെടി നടാനുള്ള ചട്ടി തയ്യാറാക്കാം. അതിലേക്ക് നമുക്ക് മിക്സ് നിറക്കണം. ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടിയിട്ടുള്ള ഒരു മിശ്രിതം ആണ് ഞാൻ ഇതിലേക്ക് നിറക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മണ്ണെടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഈ ചെടി വാങ്ങിയ സമയത്ത് അതിലുള്ള മിക്സും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ച് ആ മണ്ണും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ, അതിൽ കുറച്ച് വെറും മണ്ണിലാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചെടി ഇതിൽ നടുന്നത്. അതിന് ശേഷം നമ്മൾ മിക്സ് നമ്മുടെ ചട്ടിയിലേക്ക് നിറക്കുക. നമ്മുടെ പ്ലാന്റ് അതിൽ നട്ടുപിടിപ്പിക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഉള്ള പൈപ്പ് അതിൽ ഫിറ്റ് ചെയ്യുക. മണ്ണിൽ ഇറക്കി വെച്ച് ഒരു ബലത്തിൽ ഫിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പ്ലാന്റും കൂടി ഉണ്ട്, ഒരു ചെറിയ തൈയും കൂടി ഉണ്ട്. അതിൻ്റെ ഒപ്പം ആ ഒരു കൂടയിലുണ്ടായിരുന്നതാണ്, അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചു. അത് അധികം നീളമല്ല. അപ്പോൾ നീളമല്ല, ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ച് വളർന്നാവുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചൂടി കയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിത് മുകളിലേക്കൊന്ന് കെട്ടി വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് എന്ത് വളം വേണമെങ്കിലും യൂസ് ചെയ്യാം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചാണകം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വളമൊക്കെ കൊടുക്കാം. വെള്ളം ഒഴിച്ച് മാത്രം കൊടുത്താലും ഇത് വളരും. അടുത്തതായി നട്ടുനനയാണ്. അത് നമ്മൾ ഇപ്പോൾ എന്ത് ചെടി വെച്ചാലും നനച്ച് കൊടുക്കണം. ഈ നട്ടുനന എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെടി നട്ട ഉടനെ എന്തായാലും നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അതോടുകൂടി നമ്മുടെ ഈ പരിപാടി തീർന്നു. ഈ ഒരു ഡിസൈൻ ചെയ്ത പോലെ ഉള്ള ഒരു ചെടി സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.